ഇത് ധർമ്മയുദ്ധം, ധർമ്മങ്ങൾ തമ്മിലുള്ള പോരാട്ടം, ന്യായവും നീതിക്കും അതിനുവേണ്ടിയുള്ള പോരാട്ടം. പറഞ്ഞു വരുന്ന മഹാഭാരത യുദ്ധത്തെക്കുറിച്ചല്ല, ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തെ രണ്ട് കൂട്ടരും കാണുന്ന രീതിയാണ്. ഇരു കൂട്ടരും, ഇസ്രയേലും പറയുന്നു ഇത് ന്യായത്തിന് വേണ്ടിയുള്ള, ധർമ്മത്തിന് വേണ്ടിയുള്ള, നിലനിൽപ്പിന് വേണ്ടിയുള്ള, അസ്തിത്വത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടം. അതേസമയം പലസ്തീനികൾ, അത് വെസ്റ്റ് ബാങ്കിലെ ഫത്തായാകട്ടെ, ഗസയിലെ ഹമാസ് ആകട്ടെ, അവരെ സഹായിക്കുന്ന ഹിസ്ബുള്ളയും ഹൂതികളുമാകട്ടെ, ഇവരുടെ എല്ലാം വലിയേട്ടനായി ഇറാനാകട്ടെ പറയുന്നത് ഇത് ഞങ്ങളുടെ ധർമ്മയുദ്ധം. പലസ്തീൻ എന്ന മണ്ണിനെ ഇസ്രയേലിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഞങ്ങൾ നടത്തുന്ന ധർമ്മയുദ്ധം. അപ്പോൾ എല്ലാവരും അവരവരുടേതായ രീതിയിൽ ന്യായവും ധർമ്മവും ഒക്കെ പറയുന്നു. അതിൻ്റെ പൊരുൾ തിരിക്കുന്ന ഒരു തിരക്കിലാണ് നമ്മളിപ്പോൾ. പ്രത്യേകിച്ചും യുദ്ധം തുടങ്ങി 1 വർഷമാകുന്നു. ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച ഒക്ടോബർ 7, 2023 1-ാം വാർഷിക ദിനമാണിന്ന്. 2024 ഒക്ടോബർ മാസം 1-ാം തീയതി. ധർമ്മവും ന്യായവും ഒക്കെ പറഞ്ഞു തുടങ്ങിയ മഹാഭാരത യുദ്ധത്തിൻ്റെ പരിസമാപ്തി എന്തായിരുന്നു? പാണ്ഡവർ വിജയിച്ചു എന്നും കൗരവർ പരാജയപ്പെട്ടു എന്നും തോന്നാം. പക്ഷേ പാണ്ഡവരുടെ മക്കളെവിടെ? മക്കൾ നഷ്ടപ്പെട്ട പാണ്ഡവരുടെ യുദ്ധം, എന്തിനീ വിജയം എന്ന് പാണ്ഡവർ. ധൃതരാഷ്ട്രയുടെ ദുഃഖം, അതിനാരുത്തരം പറയും? 101 മക്കളെയും നഷ്ടപ്പെട്ട ആ പിതാമഹൻ്റെ ദുഃഖം ആർക്ക് മറുപടി പറയാനാവും? അതുകൊണ്ട് യുദ്ധത്തിൽ ആത്യന്തിക വിജയികളില്ല. എല്ലാവരും പരാജയപ്പെടുന്ന ഒരു കായിക പോരാട്ടത്തെയാണ് നമ്മൾ യുദ്ധമെന്ന ഓമന പേരിട്ട് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വിജയികൾ ഉണ്ടാവില്ല. അത് മാത്രമല്ല, സമീപകാല യുദ്ധങ്ങളെല്ലാം കാട്ടുന്ന, അത് ഉക്രൈൻ റഷ്യ യുദ്ധമാകട്ടെ, അറബ് ഇസ്രായേലി പോരാട്ടങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ കൃത്യമായ ഒരു വിജയി ഇല്ലാത്ത ഒരവസ്ഥയാണ്. എത്ര ദുർബലമായ ഒരു രാജ്യത്തെ ആണെങ്കിൽ പോലും ആക്രമിച്ച് പൂർണ്ണമായി കീഴടക്കാനോ തങ്ങളുടെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ നിറവേറ്റാനോ സാധിക്കാത്ത അവസ്ഥ. നമ്മൾ വിചാരിച്ചു റഷ്യ ഏതാനും ദിവസം കൊണ്ട് ഉക്രൈനെ പൊട്ടിച്ച് താവിട് പൊടിയാക്കും. എന്താ സംഭവിച്ചത്? ഉക്രൈൻ ഇപ്പോഴും പൊരുതി നിൽക്കുന്നു. നമ്മൾ വിചാരിച്ചു ഇസ്രായേൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കേവലം 345 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഗസ സ്ട്രിപ്പിനെ നിലം പരിശാക്കും, ഹമാസിനെ വേരോടെ പിഴുതെറിയും. ഹമാസിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഹമാസിനെ പൂർണ്ണമായി 1 വർഷം കഴിഞ്ഞിട്ടും റൂട്ട് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നു ഇസ്രായേലിലെ ലക്ഷ്യങ്ങൾ? പ്രഖ്യാപിതമായ ആദ്യ ലക്ഷ്യം തങ്ങളുടെ ബന്ദികളെ, ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കണം. മോചിപ്പിക്കാൻ കഴിഞ്ഞു 100 പേരെ. അതെങ്ങനെയാണ്? ഒരു വെടിനിർത്തൽ സംഭവിച്ചു. ഈ 1 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ ആകെ ഒരിക്കൽ മാത്രമാണ് വെടിനിർത്തൽ സംഭവിച്ചത്. അന്ന് 100ഓളം ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ള ബന്ദികളിൽ പലരും മരിച്ചു, പലരും വളരെ വലിയ ഗുരുതര അവസ്ഥയിലാണ്. 100ഓളം ബന്ദികളെക്കുറിച്ച് വിവരമില്ല. അവർ ഇപ്പോഴും ഹമാസിൻ്റെ തടവിലാണ്. തുരങ്കങ്ങളിൽ എവിടെയോ സ്ഥിതി ചെയ്യുന്നു അവർ. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ 1 വർഷമായിട്ട് പോലും പൂർണ്ണമായി പ്രാഥമിക ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഹമാസിനെ തകർക്കുക. പൂർണ്ണമായും സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ അശാന്തി പുകയുന്നു. ഇസ്രായേലിൻ്റെ മേധാവിത്വമാണ്. കാര്യമായ പ്രത്യാക്രമണം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഏതാണ്ട് പൂർണ്ണമായും നിർവീര്യമാക്കപ്പെട്ടു. പക്ഷേ ഹമാസ് എന്നതൊരാശയമാണ്, ഒരു സായുധ സംഘടനയാണ്, ഒരാശയമാണ്. അതുപോലെ തന്നെയാണ് ഹിസ്ബുള്ള എന്ന ഒരു ആശയം, അതിൻ്റെ മൂർത്തിമത് ഭാവമാണ് ഒരു സംഘടന. അവരുപയോഗിക്കുന്ന ടാറ്റിക്സ് ഒരിക്കലും യോജിക്കാവുന്ന ടാറ്റിക്സ് അല്ല. അവർ നടത്തുന്ന ആക്രമണങ്ങൾ, തട്ടിക്കൊണ്ടു പോകലുകൾ, കൊലപാതകങ്ങൾ ഒന്നും തന്നെ ന്യായീകരിക്കാനില്ല. പക്ഷേ അവർ ഒരു ആശയം പ്രതിനിധാനം ചെയ്യുന്നു. ആ ആശയത്തെ ആർക്കും കൊല്ലാനാവില്ല. അതുകൊണ്ട് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഇൻഫ്രാസ്ട്രക്ചർ, പ്രഹരശേഷി കുറച്ചുകൊണ്ട് വരാനേ കഴിയൂ. അവരെ പൂർണ്ണമായി നേതൃത്വത്തെ ഉന്മൂലനം ചെയ്താൽ പോലും പുതിയ നേതൃത്വം ഉണ്ടാകും. ഒരുപക്ഷെ സംഘടന തന്നെ ഫിനിഷ് ചെയ്താലും ശരി, അതേ ആശയമുള്ള മറ്റൊരു സംഘടന അവിടെ നിലവിൽ വരും. അപ്പോൾ ഇനി പറയൂ, യുദ്ധം ഒരു പരിഹാരമാണോ? ഒരിക്കലുമല്ല. ഇനി മറുവശത്ത് യുദ്ധത്തിലൂടെ, അല്ലെങ്കിൽ ആക്രമണത്തിലൂടെ, മിസൈൽ ആക്രമണത്തിലൂടെ, നിരന്തരമായ റോക്കറ്റ് ലോഞ്ചിങ്ങിലൂടെ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കി ദുർബലപ്പെടുത്തി അങ്ങനെ പലസ്തീനികൾക്ക് വേണ്ടി ഒരു സ്വതന്ത്ര പലസ്തീൻ നേടിയെടുക്കാം എന്നത് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ വ്യാമോഹം മാത്രമാണ്. നടക്കില്ല, അതും നടക്കില്ല. ഒരേ ശ്വാസത്തിലാണ് ഈ 2 കാര്യങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടത്. ഒരിക്കലും കായികമായ ഒരു പരിഹാരം, ആക്രമണം ഒരു പരിഹാരമല്ല. 1200-ഓളം പേരെ
ഇസ്രയേലിലെ കിബുട്സിൽ ചെന്ന് ഒരു സംഗീത നിശയ്ക്കെതിരെ ഹമാസിൻ്റെ ഗറില്ലകൾ കൊന്നുകളഞ്ഞു. നിസ്സഹായരായ ആളുകളാണ്. അവരൊരു ആക്രമണം അന്ന് പ്രതീക്ഷിച്ചില്ല. അവരാരും പോരാളികളായിരുന്നില്ല. സ്ത്രീകളും കൊച്ചുകുട്ടികളും എല്ലാം അടങ്ങുന്ന ഒരു വളരെ 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 ഇന്നോക്യൂസ് ക്രൗഡിനെയാണ് കൊന്നുകളഞ്ഞത്. ഒരു കാരണവുമില്ല. വർഷങ്ങളായി ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെയുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ് ആ ആക്രമണത്തെ ഹമാസ് ന്യായീകരിക്കുന്നതെങ്കിൽ പോലും കൊല തന്നെയാണ്. അതിന് ഇമ്മീഡിയറ്റ്ലി ഒരു പ്രകോപനമില്ലായിരുന്നു എന്നതാണ് സത്യം. സ്വാഭാവികമായി തിരിച്ചടി ഉണ്ടായി. അത് അൺആക്സെപ്റ്റബിൾ ലെവലിലേക്ക് നീങ്ങുന്നു. ഒരു വർഷത്തിനിടയിൽ ഗാസയുടെ മണ്ണിൽ പൊലിഞ്ഞത് 42,000-ത്തിലധികം ജീവനാണ്. അതിൽ പകുതിയോളമെങ്കിലും കൊച്ചുകുട്ടികളും സ്ത്രീകളുമാണ്. അവരൊന്നും തന്നെ ആയുധം കയ്യിലെടുത്ത് പോരാടുന്നവരായിരുന്നില്ല. അപ്പോൾ ഹമാസിൻ്റെ പോരാളികൾ, ഇസ്രായേൽ തന്നെ പറയുന്നത് ഞങ്ങൾ 10,000-നും 17,000-നും ഇടയ്ക്ക് ഹമാസിൻ്റെ പോരാളികളെ വധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ 10,000 എന്ന നമ്പർ തന്നെ എടുക്കുക. എങ്കിലും 4-ൽ ഒരാളെ ഉള്ളത്. ബാക്കി 4-ൽ 3 പേരും യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, പോരാളികളല്ലാത്ത, നിസ്സഹായരായ സാധാരണക്കാരായ ആളുകളാണ്, പലസ്തീനികളാണ്. ഒരു കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. അതുപോലെ ഇപ്പോൾ ലെബനനിൽ നടക്കുന്നത് എന്താണ്? ഇസ്രായേൽ നടത്തുന്ന വലിയ തോതിലുള്ള ആക്രമണം, ഹിസ്ബുള്ളയെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ആക്രമണത്തിൽ 2,000-ത്തിലധികം ജീവൻ ഓൾറെഡി പൊലിഞ്ഞു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ ടോപ്പ് ലീഡർഷിപ്പ് ഹസൻ നസറുള്ള, അദ്ദേഹത്തിന് പിൻഗാമിയായി വന്ന സഫിയുള്ള, അദ്ദേഹത്തെ എല്ലാം കൊന്നുകളഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. ഹസൻ നസറുള്ളയുടെ വധം സ്ഥിരീകരിക്കപ്പെട്ടു. അതുപോലെ ഹാഷിം സഫിയുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ വധം ഇപ്പോഴും ഡിബേറ്റബിൾ ഒരു പോയിൻ്റാണ്. അത് മാത്രമല്ല, മറ്റ് 9ഓളം കമാൻഡർമാരെ, ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ വധിച്ചു. ഇറാൻ്റെയും നേതാക്കളെ, സൈനിക നേതാക്കളെയും അവരുടെ നയതന്ത്രജ്ഞരെയും അതുപോലെ അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തെ പോലും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പം വധം ഒരു പരിഹാരമാണോ? ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസിയുടെ വധത്തിൻ്റെ പിന്നിലും പ്രവർത്തിച്ച കരങ്ങൾ ഇസ്രായേലിൻ്റെതാണോ, പേജറുകളാണോ അതിനുള്ള കാരണം എന്ന് ഇപ്പോൾ ലോകം കൂലങ്കഷമായി ചർച്ച ചെയ്യുന്നു. അതെന്ത് തന്നെയായിരുന്നാലും ഇറാൻ ഒരുപാട് ആൾനാശമുണ്ടായി, നേതൃനാശമുണ്ടായി. സിവിലിയൻസ് അല്ല, നേതാക്കൾ വധിക്കപ്പെട്ടു. ഖാസിം സുലൈമാനി എന്ന സൈനിക തന്ത്രജ്ഞൻ, റിപ്പബ്ലിക്കൻ ഗാർഡ്സിൻ്റെ തലവനായിരുന്ന ഖാസിം സുലൈമാനി വധിക്കപ്പെട്ടു. അമേരിക്കയുടെ ആക്രമണമാണ് ഉണ്ടായത്, ഇസ്രായേലിൻ്റെ ഒത്താശയോടുകൂടി. അതുപോലെ തന്നെ ഇറാൻ്റെ മണ്ണിൽ വെച്ച് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിൻ്റെ നേതാവ് വധിക്കപ്പെട്ടു. ഇതെല്ലാം വധങ്ങളാണ്. വധങ്ങൾ കാരണം ടാർഗറ്റ് നേടിയിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ക്യാൻ എനി അസാസിനേഷൻ ഹെൽപ്പ് യു അറ്റൈൻ ദ ടാർഗറ്റ്? സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അത് പൂർവാധികം ശക്തമായി തിരിച്ചടി ഉണ്ടാകും. ഇസ്രായേലിൻ്റെ ഭാഗത്ത് എത്ര ആക്രമണം അങ്ങോട്ടുണ്ടായാലും തിരിച്ചടി ഇറാനിൽ നിന്നും മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും തുടർച്ചയായി ഉണ്ടാകും. അതുകൊണ്ട് യുദ്ധം 1 വർഷം പിന്നിടുന്ന ഈ വേളയിൽ ഒരു രീതിയിലും യുദ്ധം പരിഹാരമല്ല. അപ്പോൾ വേണ്ടത് എന്താണ്? സമാധാനം ഉണ്ടാകണമെങ്കിൽ there should be a concrete formula. അങ്ങനെയാണ് ഓസ്ലോ കരാർ ഒരു വ്യക്തമായ ഫോർമുലയാണ്. യുണൈറ്റഡ് നേഷൻസ് ആദ്യം തന്നെ 47-ൽ തന്നെ ഫോർമുല മുന്നോട്ട് വെച്ചു. ആ ഫോർമുല അനുസരിച്ച് 2 നേഷൻ തിയറി തന്നെയാണ്. ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രവും പലസ്തീൻ എന്ന അറബ് രാജ്യവും എന്ന ഫോർമുല. അത് നടപ്പായില്ല. അതിനുശേഷം 1993-ലും 1993-ലും 1995-ലും ഓസ്ലോ കരാറുകൾ ഒപ്പുവെച്ചു. അത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, അന്ന് പലസ്തീൻ ജനതയെ പൂർണ്ണമായി പ്രതിനിധീകരിച്ച PLO യാസർ അറഫാത്തും ഇസാഖ് റബീനും ചേർന്ന് ഒപ്പുവെച്ച ഓസ്ലോ കരാർ. 2 പേർക്ക് നോബൽ സമ്മാനം വരെ ലഭിച്ചു സമാധാനത്തിനുള്ളത്. പക്ഷേ സമാധാനം മാത്രം ഉണ്ടായില്ല. നോബൽ സമ്മാനം ലഭിച്ചത് മിച്ചം. ആ സമാധാനം മരീചികയായി പോയത് എന്തുകൊണ്ടാണ്? 2 കൂട്ടരുടെയും കുഴപ്പമുണ്ട്. ആശാരിയുടെ പണിക്കുറവും തടിയുടെ വളവും, അതായത് ഇസ്രായേലിൻ്റെ റിലക്റ്റൻസ് ടു പ്രൊവൈഡ് ടെറിട്ടറി, അതുപോലെ അറബ് രാജ്യങ്ങളുടെയും പാലസ്തീൻ്റെയും കടും പിടുത്തം. മുഴുവൻ വേണം, ഇസ്രായേലിൻ്റെ മണ്ണ് മുഴുവൻ ഞങ്ങൾക്കായി വേണമെന്ന് പലസ്തീൻ. അല്ല, 1 ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കില്ല കരാറുണ്ടെങ്കിലും എന്ന് ഇസ്രായേൽ. അതുമാത്രമല്ല, പലസ്തീന് വേണ്ടി അലോട്ട് ചെയ്ത സ്വയംഭരണ മേഖലയിൽ, പലസ്തീൻ അതോറിറ്റി മേഖലയിൽ ഇസ്രായേലിൻ്റെ വലിയ തോതിലുള്ള സെറ്റിൽമെൻറ്റുകൾ സംഭവിച്ചു. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? കായികമായ പരിഹാരമുണ്ടാകില്ല. നയതന്ത്രപരമായ ചർച്ചയിലൂടെ മാത്രമേ പരിഹാരങ്ങൾ ഉണ്ടാവൂ.
ഇവിടെയാണ് ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രസക്തി. അപ്പോൾ ഒരു ധാർമ്മിക നിലപാടെടുക്കാനുള്ള സമയമായി. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ ഇസ്രയേൽ അനുകൂല അല്ലെങ്കിൽ പാലസ്തീൻ അനുകൂല കമൻറ്റുകളിലൂടെയും പ്രസ്താവനകളിലൂടെയും വലിയ സപ്പോർട്ടിലൂടെയും ഒക്കെ മുന്നോട്ട് പോകുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യമാണ്, സപ്പോർട്ട് ചെയ്തോളൂ, നമുക്കൊരു പക്ഷം പിടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ പക്ഷം സമാധാനത്തിനുള്ള ഒരു പക്ഷമായിരിക്കണം. ആ സമാധാനത്തിനുള്ള പക്ഷം കായിക ആക്രമണമല്ല. അപ്പോൾ സീസ് ഫയറാണ് ആദ്യത്തെ ആവശ്യം. ഇപ്പോൾ ആയിരിക്കുന്ന ഇടം വെച്ചുകൊണ്ട് നേട്ടവും കൊട്ടമോ ഒന്നും നോക്കാതെ സീസ് ഫയർ, വെടിനിർത്തൽ ആവശ്യമാണ്. ഈ വെടിനിർത്തലിൽ ഇസ്രായേൽ തയ്യാറല്ല. കാരണം മറുഭാഗം തയ്യാറല്ലല്ലോ. ഹിസ്ബുള്ളയോട് ആര് പറയും വെടിനിർത്താൻ? ഹമാസിനോട് ആര് പറയും വെടിനിർത്താൻ? ഇറാനോട് ആര് പറയും വെടിനിർത്താൻ? അപ്പോൾ ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്താനാവില്ല. ഇറാൻ കമ്മിറ്റ് ചെയ്തു പോയി, ഇറാനും വെടിനിർത്തില്ല. ഇസ്രായേൽ ആക്രമിക്കുന്നിടത്തോളം കാലം, ഇസ്രായേൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും ആക്രമിച്ചിടത്തോളം കാലം, തങ്ങൾ നട്ടു നനച്ച് വളർത്തിയ തങ്ങളുടെ പ്രോക്സീസിനെ ആക്രമിക്കുമ്പോൾ വെളിയേട്ടനായ ഇറാന് ആക്രമണത്തിൽ നിന്നും വിട്ടു നിൽക്കാനാവില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞ് എങ്ങനെ പോകും, മുന്നോട്ട് പോകും? അതുകൊണ്ടാണ് പറയുന്നത് വിട്ടുവീഴ്ച രണ്ട് ഭാഗത്തും ഉണ്ടാകണം. ഇവിടെയാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ, ബുദ്ധൻ്റെ സമാധാന ആഹ്വാനത്തിൻ്റെ, ഭാരതത്തിൻ്റെ മൃദു നയതന്ത്രത്തിൻ്റെ, സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ ഒക്കെ സാധ്യതകൾ വരുന്നത് അവിടെയാണ്. ഇവിടെ എല്ലാം പരീക്ഷിച്ചു അല്ലേ, എല്ലാ മാർഗങ്ങളും, ശക്തിയുടെ എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു. ഇത് ഒരിക്കലും ഒരു പ്രശ്ന പരിഹാരത്തിന് ഉതകില്ല എന്നാണ് എൻ്റെ ന്യായമായ ചിന്തയും അഭിപ്രായവും. ഒരിക്കലും ഇസ്രായേലിനെ, ഇറാനെ കീഴടക്കാനാവില്ല. ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ ദുർബലപ്പെടുത്താനാവും. ഒരുപക്ഷെ ഹൂതിയുടെ പ്രഹരശേഷി കുറച്ചുകൊണ്ട് വരാനാവും. പക്ഷേ ഇറാനാണ് അവരുടെ പിന്നിൽ. ഇറാനെ കായികമായി പൂർണ്ണമായി പരാജയപ്പെടുത്താനാവില്ല. ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ കഴിഞ്ഞേക്കാം. ഇറാൻ്റെ വൈദ്യുതി നിലയങ്ങളോ എണ്ണ സംഭരണശാലകളോ ആക്രമിക്കാൻ സാധിക്കുമില്ല എന്ന് പറയുന്നില്ല. അതിനുള്ള പ്രഹരശേഷിയുണ്ട് ഇസ്രായേലിന്. തിരിച്ചും ഇറാൻ്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടാകും, നേരിട്ടുമല്ലാതെയും. എങ്ങനെയാണ് പരിഹാരം ഉണ്ടാവുക? യുണൈറ്റഡ് നേഷൻസിനെ സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വെടിനിർത്താൻ തക്ക ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല ഇറാനും ഇസ്രായേലും. അതുകൊണ്ട് അതും നടക്കില്ല. അപ്പോൾ ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് വെടിനിർത്തൽ ഉണ്ടാവുകയും ആ വെടിനിർത്തൽ ശാശ്വതമായ സമാധാന ചർച്ചയുടെ, പാലസ്തീൻ വിഷയം അജണ്ടയായി എടുത്തുകൊണ്ട് 93-ലോ 95-ലോ ഓസ്ലോ കരാറിലൂടെ നടക്കാൻ കഴിയാതെ പോയത് ഒരു നെഗോസിയേറ്റഡ് സെറ്റിൽമെൻറ്റിലൂടെ രണ്ട് രാജ്യങ്ങൾ, പാലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം നിലവിൽ വരണം. അത് ഇസ്രായേൽ അംഗീകരിക്കണം, ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്യണം. അതേപോലെ തന്നെ പാലസ്തീൻ ഒരിക്കലും പറയരുത് ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ടെറിട്ടറി മുഴുവനായി വേണം, ജൂതന്മാർ തിരിച്ച് അമേരിക്കയിലോ റഷ്യയിലോ ജർമ്മനിയിലോ പോയിക്കൊള്ളട്ടെ എന്ന് പറയാനാവില്ല. അവർക്ക് ഒരിടത്തും പോകാനാവില്ല. അവരവിടെ തന്നെ കാണും. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുക. ബാഹ്യശക്തികളായ ഇറാനെയും അമേരിക്കയും മാറ്റി നിർത്തുക. ഇറാൻ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായി മറുപക്ഷത്ത് പാശ്ചാത്യ ശരി വരുമല്ലോ. അല്ലെങ്കിൽ അമേരിക്ക രംഗത്ത് വരുമ്പോൾ അമേരിക്ക വിരോധമുള്ള ഇറാൻ സ്വാഭാവികമായി വരുമല്ലോ രംഗത്ത്. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ ബാഹ്യശക്തികളുടെ ഇടപെടൽ കുറയ്ക്കുകയും ഇന്ത്യ ആഗ്രഹിക്കുന്നത് പോലെ നേരിട്ട് പാലസ്തീനും ഇസ്രായേലും തമ്മിൽ, അപ്പോൾ പാലസ്തീൻ്റെ യഥാർത്ഥ പ്രതിനിധികൾ ആരെ എന്നതൊരു ചോദ്യമാണ്. ഒരുപക്ഷെ ഹമാസിൻ്റെയും ഫത്തയുടെയും, അതായത് വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെയും നേതൃത്വം ഒരുമിച്ച് പാലസ്തീനായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അവർ വിഘടിച്ചു നിന്നാൽ ഇത് നടക്കില്ല. അറബ് രാജ്യങ്ങൾ വേണമെങ്കിൽ ഒരു മധ്യസ്ഥശ്രമത്തിന് അവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല. ഇറാൻ സഹായിക്കേണ്ട ആവശ്യമില്ല. ഇറാൻ മേഖലയ്ക്ക് പുറമേയുള്ള നോൺ അറബ് രാജ്യമാണ്. പാലസ്തീൻ ജനതയുമായി ഐക്യദാർഢ്യമുണ്ടായെന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ രാഷ്ട്രീയമാണ്, മറ്റ് സാധ്യതകളാണ്. അതേസമയം പലസ്തീനികൾ രക്തബന്ധമുള്ളവരാണ്, അറബി വംശജരാണ്. അപ്പോൾ ചുറ്റുപാടുമുള്ള ജോർദാനും ഈജിപ്തും സിറിയയും എല്ലാം, ലെബനനും എല്ലാമാണ് അറബി രാജ്യങ്ങൾ. ചുറ്റുപാട് സൗദി അറേബ്യ, ഇങ്ങനെയുള്ള അറബി രാജ്യങ്ങൾ ഒരു താല്പര്യമെടുത്താൽ ആ താല്പര്യത്തോടൊപ്പം തന്നെ പലസ്തീനും സാധ്യമാകുന്ന രീതിയിൽ ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും അതിന് പരിഹാരം, അതിനുള്ള വില എന്താണ്? ഇസ്രായേലിനെ അംഗീകരിക്കണം. അറബ് ലോകം അംഗീകരിച്ചതുപോലെ പലസ്തീനും ഇസ്രായേലിനെ അംഗീകരിക്കണം. പിന്നെ ഇറാൻ്റെ അംഗീകാരം വേണോ വേണ്ട എന്നുള്ള വിഷയമല്ല. ഇറാൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിഷയമല്ല. ഇറാൻ മാറിക്കിടക്കുന്ന രാജ്യമാണ്. ഇറാൻ്റെ ഇടപെടലുകൾ പൂർണ്ണമായി അവസാനിക്കണം. ഇത് മാത്രമാണ് ഒരു വർഷം കഴിയുമ്പോൾ ഉരുത്തിരിയുന്ന ചിത്രം. ധാർമ്മികതയുടെ ലെവലേശം പോലുമില്ല ഇരു കൂട്ടരും പറയുന്നതിൽ. വെറും പുറംപൂച്ചു മാത്രമാണ്. ധാർമ്മികത ലെവലേശമില്ലാത്ത
ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ മഹാഭാരത യുദ്ധത്തെ ഓർമ്മിപ്പിച്ചത്. ഇത് ധർമ്മയുദ്ധമാണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. ശരിയാണ്, ധർമ്മയുദ്ധമാണ്. ധർമാധർമ്മങ്ങൾ തമ്മിൽ എക്കാലത്തും ചരിത്രത്തിൽ പോരാട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാന ഫലം എന്താണ്? സർവനാശം തന്നെയാണ് ഫലം. അല്ലെങ്കിൽ വിജയിക്ക് വിജയം ആസ്വദിക്കാനോ പരാജിതന് പരാജയം അംഗീകരിക്കാനോ കഴിയാത്ത രീതിയിൽ ആ സ്റ്റെയിൽമേറ്റ് അനിശ്ചിതാവസ്ഥ തുടരുന്നത് ലോക സമാധാനത്തിന് ഒട്ടും നന്നല്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഒക്ടോബർ 7, 2024 ഒന്നാം വാർഷിക ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.